ബ്രെഡും ചിക്കൻ സ്റ്റൂവും പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും നല്ല കോമ്പിനേഷനല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലുള്ള കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയിൽ നമ്മൾ കുറച്ച് സ്പൈസസ് ഇടുക. സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഈ 3 ഐറ്റംസ് ഇടുക. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്കും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എരിവിന് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് വേണ്ടുന്നവർ കൂടുതൽ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സവാള ഒന്ന് വാടി വരുമ്പോൾ, ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ വേറെ മസാലകളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് പൊട്ടറ്റോ ചേർക്കുക. പിന്നെ ക്യാരറ്റും. ഞാനിവിടെ ഓരോന്നോരോന്നാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ 2ാം പാൽ ചേർക്കുക. 2ാം പാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞതോ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വയ്ക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ്. ഞാനിത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 1.5 മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ 1ാം പാലും കൂടെ ചേർത്ത് ഒഴിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്കിത് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ, അപ്പത്തിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കും. അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസിനൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും മറക്കാണ്ട് ഫോളോ ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.